ഇടിയും മിന്നലും സംബന്ധിച്ച മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇനി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇടിമിന്നലിനെ കുറിച്ചുള്ള അടിസ്ഥാന വസ്തുതകൾ അറിയുക, ഇടിയും ഇടിമുഴക്കവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക, ഇടിമിന്നലിന് മുൻപും സമയത്തും ശേഷവും സ്വീകരിക്കേണ്ട പ്രവർത്തനങ്ങൾ തിരിച്ചറിയുക, ഇടിമിന്നലിൽ നിന്നും മിന്നലിൽ നിന്നും എങ്ങനെ സ്വയം രക്ഷിക്കാമെന്നും സ്വീകരിക്കേണ്ട പൊതുവായ മുൻകരുതലുകളെക്കുറിച്ചും മനസ്സിലാക്കുക. സന്നദ്ധ പ്രവർത്തകരുടെ സേവനം മനസ്സിലാക്കുക. ഇടിമിന്നൽ എന്നത് ഇടി, മിന്നൽ, ഇടതൂർന്ന മേഘങ്ങൾ, കനത്ത മഴ അല്ലെങ്കിൽ ആലിപ്പഴം, ശക്തമായ കാറ്റ് എന്നിവയുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ഹ്രസ്വകാല അപകടകരമായ കാലാവസ്ഥയാണ്. ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇടിയും മിന്നലുമാണ്. ഇടിമിന്നൽ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഇടിമിന്നൽ മിന്നലിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഇടിമിന്നലിന് മുമ്പോ സമയത്തോ ശേഷമോ നമ്മൾ എന്തു ചെയ്യും? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് പഠിക്കാം. ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായുവിന്റെ പാളികൾ അന്തരീക്ഷത്തിലെ തണുത്ത പ്രദേശങ്ങളിലേക്ക് വേഗത്തിൽ ഉയരുമ്പോഴാണ് ഇടിമിന്നൽ ഉണ്ടാകുന്നത്. അപ്പോൾ അപ്ഡ്രാഫ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഈർപ്പം ഘനീഭവിച്ച് ഉയർന്ന ക്യുമുലോനിംബസ് മേഘങ്ങൾ ഉണ്ടാകുകയും ഒടുവിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. തണുത്ത വായുവിന്റെ നിരകൾ പിന്നീട് ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ശക്തമായ ഡ്രൗൺ ഡ്രാഫ്റ്റുകളും തിരശ്ചീന കാറ്റും ഉപയോഗിച്ച് നിലത്ത് പതിക്കുന്നു. അതേസമയം മേഘകണികളിൽ നിന്ന് വൈദ്യുത ചാർജുകൾ അടിഞ്ഞുകൂടുന്നു. അടിഞ്ഞുകൂടിയ വൈദ്യുത ചാർജ് മിന്നൽ ഡിസ്ചാർജുകൾ സംഭവിക്കാൻ കാരണമാകുന്നു. മിന്നൽ അത് കടന്നു പോകുന്ന വായുവിനെ വളരെ തീവ്രമായും വേഗത്തിലും ചൂടാക്കുകയും ഷോക്ക് തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഞെട്ടിക്കുന്ന തരംഗങ്ങൾ ഇടിമുഴക്കങ്ങളായി നമ്മൾ കേൾക്കുന്നു. ഇടയ്ക്കിടെ ശക്തമായ ഇടിമിന്നലിനൊപ്പം ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നു. അത് പിന്നീട് കേന്ദ്രീകൃതമാവുകയും ചുഴലിക്കാറ്റുകൾ ടൊർണാഡോ ആയി ശക്തി പ്രാപിക്കുകയും നാശനഷ്ടങ്ങൾക്കും കാരണമാകുന്നു. ഇടിയോ മിന്നലോ ഉണ്ടാകുമ്പോൾ മേഘത്തിനുള്ളിൽ വൈദ്യുത ചാർജുകൾ വർദ്ധിക്കുന്നു. അതിനു താഴെയുള്ള ഗ്രൗണ്ട് വിപരീതമായി ചാർജ് ചെയ്തിരിക്കുന്നു. പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിലുള്ള ആകർഷണം വൈദ്യുത പ്രവാഹത്തോടുള്ള വായുവിന്റെ പ്രതിരോധത്തെ മറികടക്കാൻ പര്യാപ്തമാണ്. വൈദ്യുത ചാർജിന്റെ താഴോട്ടുള്ള പ്രവാഹം ഭൂനിരപ്പിൽ നിന്ന് 15 മുതൽ 50 മീറ്റർ വരെ ഉയരത്തിൽ ഭൂമിയുടെ വിപരീത ചാർജുമായി പൊരുത്തപ്പെടുന്നു. ഇത് അതിഭീകരമായ മിന്നലിന് കാരണമാകുന്നു. ആകാശത്ത് ഒരു മിന്നൽ പിണർ മിന്നുമ്പോൾ വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം മാത്രമാണ് നമ്മൾ പലപ്പോഴും ഇടിമുഴക്കം കേൾക്കുന്നത്. ഇടിമുഴക്കം നാം കേൾക്കുന്നത് മിന്നൽ വായുവിനെ 43,000 ഡിഗ്രിയിലധികം ചൂടാക്കുകയും വായു വേഗത്തിൽ വികസിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. മിന്നൽ ഫ്ലാഷിന് ശേഷം വായു പെട്ടെന്ന് തണുക്കുന്നു. ഇത് ആ വായുരൂപം ചുരുങ്ങാൻ കാരണമാകുന്നു. മിന്നലിന്റെ ചുറ്റുമുള്ള തന്മാത്രകൾ ദ്രുത വികസിക്കുകയും സങ്കോചവും ചെയ്യുന്നു. അപ്പോൾ തന്മാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ തുടങ്ങുന്നു. ശബ്ദ തരംഗങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഇടിമുഴക്കമായി നാം കേൾക്കുന്നു. തണുപ്പുള്ളതും ചൂടുള്ളതുമായ വായുവിന്റെ പാളികൾ ശബ്ദതരംഗങ്ങൾ ഏതാനും മൈലുകൾ അകലെ സൃഷ്ടിക്കപ്പെട്ടതായാൽ കൂടി കേൾക്കുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നു. ചിലപ്പോൾ വളരെ ദൂരെയുള്ള ഇടിമുഴക്കം കേൾക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഇടിമിന്നൽ മുഴങ്ങുന്നതിന് കാരണം മിന്നലാക്രമണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശബ്ദതരംഗങ്ങൾ കേൾക്കുന്നതാണ്. സ്ട്രൈക്കിന്റെ മുകളിൽ നിന്നുള്ള ഇടിമുഴക്കം നമ്മളിലെത്താൻ സമയമെടുക്കും. എന്നാൽ ഗ്രൗണ്ടിന് സമീപമുള്ളാത്ത എത്താൻ സമയമെടുക്കില്ല. ഇനി ഇടിമിന്നലിനെ കുറിച്ചുള്ള വസ്തുതകൾ പഠിക്കാം. ഇടിമിന്നലുകൾ സിംഗിളായോ ക്ലസ്റ്ററുകളിലോ ലൈനുകളിലോ സംഭവിക്കുന്നു. ഇടിമിന്നലുകൾ വളരെ കനത്ത മഴ ഉണ്ടാക്കുന്നു. അവ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാം. ഉണങ്ങിയതും ഹ്യൂമിഡിറ്റി കൂടിയതുമായ കണ്ടീഷനുകളാണ് ഇടിമിന്നലുകൾ ഉണ്ടാകാൻ കാരണം. 10% ഇടിമിന്നലുകൾ വളരെ അപകടകാരികളാണ്. അവ ആലിപ്പഴം വീഴ്ചയ്ക്കും 58 മൈൽ പെർ അവർ കാറ്റടിക്കാനും ഇടയാക്കുന്നു. ഇടി മിന്നലുകൾ
പലതരത്തിലുള്ള പരിക്കുകൾക്ക് കാരണമാകാം. അവ താഴെ പറയുന്നവയാണ്. നേരിട്ടുള്ള പരിക്കുകൾ, അത് വളരെ മാരകമാണ്. ഇര സ്പർശിക്കുന്ന ഒരു കാർ അല്ലെങ്കിൽ ലോഹ തൂൺ പോലുള്ള ഒരു വസ്തുവിൽ നിന്ന് ഇരയ്ക്ക് ഇടിമിന്നലേറ്റാൽ അത് സമ്പർക്ക പരിക്ക് എന്നറിയപ്പെടുന്നു. ഒരു മരം അല്ലെങ്കിൽ വ്യക്തി പോലുള്ള ഒരു വസ്തുവിൽ നിന്ന് ഇരയുടെ മേൽ മിന്നൽ തെറിക്കുകയോ കുതിക്കുകയോ ചെയ്യുമ്പോൾ സൈഡ് ഫ്ലാഷ് സംഭവിക്കുന്നു. ഒരു ഇരയ്ക്ക് സമീപം മിന്നൽ നിലത്ത് പതിക്കുമ്പോൾ ഗ്രൗണ്ട് കറണ്ട് സംഭവിക്കുകയും ഗ്രൗണ്ട് കറണ്ട് സ്ട്രൈക്ക് പോയിന്റിൽ നിന്ന് ഭൂമിയിലൂടെ ഇരയിലേക്ക് കടന്നു പോവുകയും ചെയ്യുമ്പോൾ അപകടം സംഭവിക്കുന്നു. മിന്നലിന്റെ സമയത്ത് സ്ട്രീമറുകൾ ഉണ്ടാകുന്നത് വായുവിൽ വൈദ്യുത ചാർജ് ആകുകയും ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളിൽ നിന്ന് സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ സ്ട്രീമറുകൾ ഉയരുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഈ സ്ട്രീമറുകൾ മുകളിലേക്ക് സഞ്ചരിച്ച് ആളുകൾക്ക് ദോഷം വരുത്തുന്നു. ഇടിമിന്നൽ സ്ഫോടനത്തിന്റെ ഫലമായി ചെവികൾക്ക് പരിക്ക് പറ്റാം. ഇവ പ്രാഥമിക പരിക്കുകൾ എന്നറിയപ്പെടുന്നു. ഇര വീഴുമ്പോഴോ മറ്റോ മൂർച്ചയുള്ള ആഘാതം പോലുള്ള ദ്വിതീയ പരിക്ക് എന്നിവയ്ക്കും ഇടിമിന്നൽ കാരണമായേക്കാം. ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 2022 മിന്നലേറ്റ് 907 ആളുകൾ മരിച്ചു. ഇത് രാജ്യത്തിന്റെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള മരണത്തിന്റെ പ്രധാന കാരണമാണ്. കഴിഞ്ഞ 14 വർഷത്തിനിടെ ഇന്ത്യയിൽ ഉണ്ടായ ഏറ്റവും ഉയർന്ന ഇടിമിന്നൽ മരണസംഖ്യയാണിത്. സുരക്ഷ ഉറപ്പാക്കാൻ ഇടിമിന്നൽ സമയത്ത് എന്ത് ചെയ്യണമെന്നും എന്തെല്ലാം ഒഴിവാക്കണമെന്നും അറിയേണ്ടത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഇനി നമുക്ക് അവ ചർച്ച ചെയ്യാം. ഇടിമിന്നൽ സമയത്ത് ഇനി പറയുന്ന സ്ഥലങ്ങളോ വസ്തുക്കളോ ഘടനകളോ ഒഴിവാക്കുക. തുറസായ സ്ഥലമുള്ള ഉയരമുള്ള ഒറ്റപ്പെട്ട വൃക്ഷം പോലുള്ള സ്വാഭാവിക മിന്നൽ ചാനലുകൾ, മലമുകൾ, തുറന്ന വയലുകൾ, കടൽ തീരം അല്ലെങ്കിൽ വെള്ളത്തിലുള്ള ഒരു ബോട്ട് എന്നിവ ഒഴിവാക്കുക. തുറസായ സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ട ഷെഡുകളോ മറ്റ് ചെറിയ ഘടനകളോ, ഒപ്പം ട്രാക്ടറുകൾ, കാർഷിക ഉപകരണങ്ങൾ, ഗോൾഫ് കോർട്ടുകൾ, ഗോൾഫ് ക്ലബ്ബുകൾ, മോട്ടോർ സൈക്കിളുകൾ അങ്ങനെ ലോഹത്തിന്റെ എന്തും മിന്നൽ സമയത്ത് ഒഴിവാക്കുക. നിങ്ങൾ ഒരു വനത്തിലോ തുറസായ പ്രദേശത്തോ തുറന്ന വെള്ളത്തിലോ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് മിന്നൽ ഏൽക്കുകയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ സുരക്ഷ ഉറപ്പാക്കാൻ നിങ്ങൾ പ്രത്യേക നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. നിങ്ങൾ വെളിയിലാണ് ഉള്ളതെങ്കിൽ എവിടെ അഭയം തേടാമെന്ന് അറിയാൻ ഓരോ ചിത്രത്തിലും ക്ലിക്ക് ചെയ്യുക. വനത്തിലാണുള്ളതെങ്കിൽ ചെറിയ മരങ്ങളുടെ കട്ടിയുള്ള വളർച്ച കീഴിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ അഭയം തേടുക. നിങ്ങൾ തുറസായ സ്ഥലത്താണുള്ളതെങ്കിൽ താഴ്വരയോ പോലുള്ള മറ്റു താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പോകുക. എന്നാൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ജാഗ്രത പാലിക്കുക. തുറന്ന വെള്ളത്തിലാണുള്ളതെങ്കിൽ കരയിലേക്ക് അടുക്കുകയും ഉടൻ അഭയം കണ്ടെത്തുകയും ചെയ്യുക. നിങ്ങൾക്ക് മിന്നലേൽക്കുന്നു തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ വിരലുകളിൽ നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൈകൾ ചെവിയിൽ പൊത്തുക. നിങ്ങളുടെ തല കാൽമുട്ടുകൾക്കിടയിൽ വയ്ക്കുക. സാധ്യമായ ഏറ്റവും ചെറിയ രൂപമായി സ്വയം മാറുകയും നിലവുമായുള്ള നിങ്ങളുടെ സമ്പർക്കം കുറയ്ക്കുകയും ചെയ്യുക. നിലത്ത് ഒരിക്കലും പരന്ന് കിടക്കരുത്. ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിരോധം മിന്നലിനെ ഒഴിവാക്കാൻ. ആക്രമണം ഒഴിവാക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ചില ബാഹ്യ സുരക്ഷാ നുറുങ്ങുകൾ ഇനി പറയുന്നവയാണ്. മിന്നലിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. വീടിനുള്ളിലേക്ക് പോകുക. തുറസായ സ്ഥലത്ത് ആണുള്ളതെങ്കിൽ ഉടൻ അഭയം തേടുക. കൂടുതൽ അറിയാൻ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുക. ഔട്ട്ഡോർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് മുമ്പ് കാലാവസ്ഥ പ്രവചനം പരിശോധിക്കുക. പ്രവചനം ഇടിമിന്നലുള്ള സാധ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്രയോ പ്രവർത്തനമോ മാറ്റിവെക്കുക. അല്ലെങ്കിൽ മതിയായ സുരക്ഷിതമായ അഭയം ഉടൻ ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഇടിമുഴക്കം ഉണ്ടാകുമ്പോൾ വീടിനുള്ളിലേക്ക് പോകുക എന്ന വാചകം ഓർക്കുക. ഇടിമുഴക്കം കേൾക്കുമ്പോൾ സുരക്ഷിതവും അടച്ചുറപ്പുള്ളതുമായ ഒരു അഭയകേന്ദ്രം കണ്ടെത്തുക. സുരക്ഷിതമായ ഷെൽട്ടറുകൾ, വീടുകൾ, ഓഫീസുകൾ, ഷോപ്പിംഗ് സെന്ററുകൾ,
ജനലുകൾ ചുരുട്ടിയിരിക്കുന്ന ഹാർഡ് ടോപ്പ് വാഹനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നിങ്ങൾ ഒരു തുറസായ സ്ഥലത്താണ് ഉള്ളതെങ്കിൽ മതിയായ അഭയം കണ്ടെത്താൻ വേഗത്തിൽ പ്രവർത്തിക്കുക. അപകടത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കുനിഞ്ഞു കിടക്കുകയോ നിലത്ത് താഴ്ന്നിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കും. പക്ഷേ നിങ്ങൾ അപകടത്തിൽ നിന്ന് അകറ്റുന്നില്ല. നിങ്ങൾ കിടക്കരുത്, പക്ഷെ കാണിച്ചിരിക്കുന്നത് പോലെ കുനിഞ്ഞിരിക്കുക. ശക്തമായ ഇടിമിന്നൽ സമയത്ത് പരിക്കുകളോ കേടുപാടുകളോ ഉണ്ടായേക്കാവുന്ന മരങ്ങളും ശാഖകളും നീക്കം ചെയ്യുക. സമീപത്ത് സുരക്ഷിതമായ ഷെൽട്ടർ ഇല്ലാതെ നിങ്ങൾ പുറത്ത് ആണെന്നുള്ളതെങ്കിൽ ഇനി പറയുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അപകട സാധ്യത കുറച്ചേക്കാം. കുന്നുകൾ, പർവ്വതനിരകൾ അല്ലെങ്കിൽ കൊടുമുടികൾ പോലുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉടൻ ഇറങ്ങുക. ഒരിക്കലും നിലത്ത് പരന്നു കിടക്കരുത്. ഒരു ചെറിയ രൂപം സ്വയം ഉണ്ടാക്കി പന്ത് പോലെ കുനിഞ്ഞിരിക്കുക. തല കുനിച്ച് ചെവിക്ക് മുകളിൽ കൈകൾ വെക്കുക. അങ്ങനെ നിങ്ങൾ നിലവുമായുള്ള സമ്പർക്കം കുറയ്ക്കുക. ഒറ്റപ്പെട്ട മരത്തിന്റെ കീഴിൽ ഒരിക്കലും അഭയം പ്രാപിക്കരുത്. പാർപ്പിടത്തിനായി ഒരിക്കലും പാറയോ പാറക്കെട്ടുകളോ ഉപയോഗിക്കരുത്. കുളങ്ങൾ, തടാകങ്ങൾ, മറ്റ് ജലാശയങ്ങൾ എന്നിവയിൽ നിന്ന് ഉടൻ പുറത്തു കടക്കുക. മുള്ളുവേലികൾ, വൈദ്യുത ലൈനുകൾ, കാറ്റാടി മില്ലുകൾ തുടങ്ങി വൈദ്യുതി പ്രവഹിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളിൽ നിന്ന് അകന്നു നിൽക്കുക. കൂടാതെ ഇടിമിന്നൽ സമയത്ത് നിങ്ങൾ ഒരു ഗ്രൂപ്പിലാണെങ്കിൽ പരസ്പരം വേർപെടുത്തുക. ഇടിമിന്നൽ നിലത്ത് പതിച്ചാൽ പരസ്പരം വേർപെടുത്തുന്നത് പരിക്കുകളുടെ എണ്ണം കുറയാൻ സഹായിക്കും. ഇടിമിന്നലിന്റെ ആക്രമണം ഒഴിവാക്കാൻ നിങ്ങൾ പാലിക്കേണ്ട ചില ബാഹ്യ സുരക്ഷാ നുറുങ്ങുകൾ ഇതാ. തുറന്ന വാഹനങ്ങൾ, കെട്ടിടങ്ങൾ, മറ്റിടങ്ങൾ എന്നിവയിൽ താമസിക്കരുത്. ഒപ്പം ഉയരമുള്ള കെട്ടിടങ്ങൾക്ക് സമീപം നിൽക്കരുത്. കൂടുതൽ അറിയാൻ ഓരോ ടാബിലും ക്ലിക്ക് ചെയ്യുക. സുരക്ഷിതമായി ഇരിക്കുന്നതിന് വീടിനുള്ളിൽ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനുമുള്ള ചില നുറുങ്ങുകളെ കുറിച്ച് നമുക്കറിയാം. ഇടിമിന്നൽ സമയത്ത് കൺവെർട്ടറുകൾ, മോട്ടോർ സൈക്കിളുകൾ, ഗോൾഫ് കാർട്ടുകൾ തുടങ്ങി തുറന്ന വാഹനങ്ങൾ എന്നിവ ഒഴിവാക്കുക. പൂമുഖങ്ങൾ, സ്പോർട് അരീനകൾ തുടങ്ങിയ ഘടനകൾ ഒഴിവാക്കുന്നത് ഉറപ്പാക്കുക. ഗോൾഫ് കോഴ്സുകൾ, പാർക്കുകൾ, കളിസ്ഥലങ്ങൾ, കുളങ്ങൾ, തടാകങ്ങൾ എന്നിവ ഒഴിവാക്കുക. ഇടിമിന്നൽ സമയത്ത് നിങ്ങളുടെ വീട് സുരക്ഷിതമായ ഒരു അഭയകേന്ദ്രമാണ് എങ്കിലും നിങ്ങൾ ഇപ്പോഴും അപകടത്തിൽ തന്നെയാണുള്ളത്. ഇടിമിന്നലിൽ ഏൽക്കുന്ന പരിക്കുകളിൽ 1/3 വീടിനകത്താണ് സംഭവിക്കുന്നത്. ഇടിമിന്നൽ അടിക്കാതിരിക്കാൻ നിങ്ങൾ പാലിക്കേണ്ട ചില ഇൻഡോർ സുരക്ഷാ നുറുങ്ങുകൾ ഇനി പറയുന്നവയാണ്. നിങ്ങളുടെ കെട്ടിടത്തിൽ മിന്നൽ ചാലകങ്ങൾ സ്ഥാപിക്കുകയും ഈ മിന്നൽ രക്ഷാ ചാലകങ്ങൾ, അവയുടെ സേവനക്ഷമത എന്നിവ തുടർച്ചയായി പരിശോധിക്കുകയും ചെയ്യുക. ഒരു മിന്നൽ അറസ്റ്റർ സ്ഥാപിക്കുക. അതിനെ മിന്നൽ ഡൈവേർട്ടർ എന്നും വിളിക്കുന്നു. മിന്നലിന്റെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് സിസ്റ്റത്തിന്റെ ഇൻസുലേഷനും കണ്ടക്ടറുകളും സംരക്ഷിക്കാൻ വൈദ്യുത പവർ സിസ്റ്റങ്ങളിലും ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളിലും ഉപയോഗിക്കുന്ന ഉപകരണമാണ് മിന്നൽ അറസ്റ്റർ. ഇടിമിന്നലിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ്. വെള്ളം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, കോഡ് ഫോണുകൾ, ജനലുകൾ, വാതിലുകൾ, പൂമുഖങ്ങൾ എന്നിവ ഒഴിവാക്കുക. കൂടുതൽ അറിയാൻ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുക. ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുകയോ മറ്റോ ചെയ്യരുത്. പാത്രങ്ങൾ കഴുകുകയോ വെള്ളവുമായി സമ്പർക്കം പുലർത്തുന്ന ജോലികളും ചെയ്യരുത്. കാരണം കെട്ടിടത്തിന്റെ പ്ലംബിങ്ങിലൂടെ മിന്നലിന് സഞ്ചരിക്കാൻ സാധിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഗെയിം സിസ്റ്റം, വാഷറുകൾ, ഡ്രയർ, സ്റ്റൗ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഔട്ട്ലൈൻ ബന്ധപ്പെട്ടുള്ള ഒന്നും ഉപയോഗിക്കരുത്. ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ, റേഡിയോ, ടെലിവിഷൻ റിസപ്ഷൻ സംവിധാനങ്ങൾ, കോൺക്രീറ്റ് ഭിത്തികളിലോ തറയിലോ ഉള്ള മെറ്റൽ വയറുകൾ അല്ലെങ്കിൽ ബാറുകൾ എന്നിവയിലൂടെ മിന്നലിന് സഞ്ചരിക്കാനാകും. നിങ്ങളുടെ വീട്ടുപകരണങ്ങൾ പരിരക്ഷിക്കുന്നതിന് നിങ്ങളുടെ വീടിനെ മുഴുവൻ
ഹൗസ് സർജ് പ്രൊട്ടക്ടറുകൾ ഉപയോഗിച്ച് സജ്ജമാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് കോഡ് ഫോണുകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ല, അവ ഉപയോഗിക്കരുത്. എന്നിരുന്നാലും കൊടുങ്കാറ്റ് സമയത്ത് കോഡ്ലെസ് അല്ലെങ്കിൽ സെല്ലുലാർ ഫോണുകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണ്. ഇടിമിന്നൽ സമയത്ത് കോൺക്രീറ്റ് തറയിൽ കിടക്കരുത്. കൂടാതെ കോൺക്രീറ്റ് ഭിത്തികളിൽ ചാരി നിൽക്കുന്നത് ഒഴിവാക്കുക. കോൺക്രീറ്റ് ഭിത്തികളിലെയോ തറയിലെയോ ഉള്ള ഏതെങ്കിലും മെറ്റൽ വയറുകളിലൂടെ അല്ലെങ്കിൽ ബാറുകളിലൂടെയോ മിന്നലിന് സഞ്ചരിക്കാൻ കഴിയും. ഔട്ട്ഡോർ വിനോദ സമയത്ത് നിങ്ങൾ ഒരു മിന്നൽ സിറ്റുവേഷനിൽ അകപ്പെടുകയാണെങ്കിൽ ഒരു സുരക്ഷിത സ്ഥലം കണ്ടെത്തുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ചില മുൻകരുതലുകൾ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഇടിമിന്നൽ അപകടങ്ങൾ ഒഴിവാക്കാം. ഇടിമിന്നലിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പരിശോധിക്കുക. ഇടിമുഴക്കമുള്ളപ്പോൾ വീട്ടിനുള്ളിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സുരക്ഷിത സ്ഥലത്തേക്കോ പോകുക. ഒപ്പം ലോഹ വസ്തുക്കൾ ഒഴിവാക്കുക. കൂടുതൽ അറിയാൻ ഓരോ പോയിന്റിലേക്കും ക്ലിക്ക് ചെയ്യുക. മല കയറുന്നതിനോ മറ്റോ മുമ്പോ എല്ലായ്പ്പോഴും കാലാവസ്ഥ പ്രവചനം പരിശോധിക്കുക. പർവ്വതങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ മിന്നൽ വേനൽക്കാലത്ത് ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇടിമിന്നലിന്റെ തുടക്കവും അവസാനവും അപകടകരങ്ങളായ സമയങ്ങളാണ്. നീലാകാശം കണ്ടാൽ പോലും നിങ്ങൾ അപകടത്തിൽപ്പെട്ടേക്കാം. സ്കീസ്, സ്കീ പോൾസ്, ആന്റിനകൾ, ഐസ് ആക്സസ് തുടങ്ങിയ ലോഹ വസ്തുക്കളിലൊന്നും കൊണ്ടുപോകരുത്. ഷോൾഡർ ലെവലിന് മുകളിൽ നിങ്ങൾ ഒരു കണ്ടക്ടർ വഹിക്കുമ്പോൾ നേരിട്ട് മിന്നൽ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇടിമിന്നലേറ്റ ലോഹവുമായി സമ്പർക്കം പുലർത്തിയാൽ പൊള്ളലേൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. മിന്നൽ സമയത്ത് നിങ്ങൾ കാൽനടയാത്ര നടത്തുകയോ കയറുകയോ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ ഈ 6 സുരക്ഷാ നുറുങ്ങുകൾ ഓർക്കുക. ഗ്രൗണ്ട് പ്രവാഹങ്ങളും വ്യക്തികൾക്കിടയിലുള്ള സൈഡ് ഫ്ലാഷുകളും മൂലം പരിക്കേറ്റ ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതിന് ഗ്രൂപ്പിലെ മറ്റംഗങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു പോകുക. ഉടൻ തന്നെ അഭയം കണ്ടെത്തുക. മിന്നലിന് ശേഷം കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും മല കയറ്റമോ നടത്തമോ തുടരരുത്. വെള്ളം, വേലി, തൂണുകൾ, നനഞ്ഞ വസ്ത്രങ്ങൾ എന്നിവയിൽ നിന്നും അകന്നു നിൽക്കുക. കാരണം അവയ്ക്ക് വൈദ്യുതി കടത്തിവിടാൻ കഴിയും. നിങ്ങൾ പർവ്വതങ്ങളിലാണെങ്കിൽ വരമ്പുകൾ, കൊടുമുടികൾ, ഒറ്റമരങ്ങൾ എന്നിവയിൽ നിന്ന് ഒഴിവാകുക. വനത്തിലാണെങ്കിൽ താഴ്ന്ന മരങ്ങളുടെ അടുത്ത് നിൽക്കരുത്. തുറസായ സ്ഥലത്താണെങ്കിൽ ഓടുക. അത് നിങ്ങളെ ഗ്രൗണ്ട് കറണ്ട് ഭീഷണി കുറയ്ക്കാൻ സഹായിക്കും. പാലിക്കേണ്ട സുരക്ഷാ നടപടിക്രമങ്ങളെക്കുറിച്ച് ഇനി നമുക്ക് ചർച്ച ചെയ്യാം. ഈ നിയമത്തിൽ ഒരു മിന്നൽ ശേഷമുള്ള സെക്കൻഡുകൾ എണ്ണുക. 30 സെക്കൻഡിന് മുകളിൽ ഇടിമുഴക്കം കേട്ടാൽ സുരക്ഷിതമായി അഭയം തേടുക. അവസാന മിന്നലാക്രമണം കഴിഞ്ഞ് 30 മിനിറ്റ് വരെ പുറത്തിറങ്ങരുത്. ഇടിമിന്നലുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ പകുതിയിലേറെയും ഇടിമിന്നലിന് ശേഷം സംഭവിക്കുന്നതാണ്. ഒരു പ്രദേശത്ത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോഴും തെളിഞ്ഞ ആകാശം തലയ്ക്ക് മുകളിലാണെങ്കിൽ കൂടിയും അപകടം നിലനിൽക്കുന്നു. മിന്നലിന് ഒരേ സ്ഥലത്ത് 1-2 തവണ മാത്രമല്ല 100 കണക്കിന് തവണ അടിക്കാൻ കഴിയും. ഇടിമിന്നൽ വീഴ്ത്തുന്ന അവസ്ഥകൾ മാറാൻ സാധ്യതയില്ല. മിന്നൽ നിങ്ങളുടെ അടുത്ത് വന്നാൽ
കടന്നു പോകുന്നവരെ നിങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതരുത്. ഒരു നല്ല മിന്നൽ സുരക്ഷാ നിയമം ഇനി പറയുന്നതാണ്. നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ പേടിക്കുക, നിങ്ങൾ കാണുകയാണെങ്കിൽ ഓടി രക്ഷപ്പെടുക. മിന്നൽ എത്ര അകലെയാണെന്ന് കണക്കാക്കാൻ ഫ്ലാഷ് ടു ബാങ്ക് രീതി ഉപയോഗിക്കുക. നിങ്ങൾ ഒരു മിന്നൽ കാണുകയാണെങ്കിൽ ഇടിമുഴക്കം കേൾക്കുന്നതുവരെ 1001, 1002 എന്നിങ്ങനെ എണ്ണാൻ തുടങ്ങുക. പ്രകാശത്തിന്റെ വേഗത സെക്കൻഡിൽ 1,86,300 മൈൽ ആയതിനാൽ അത് മിന്നുന്ന നിമിഷം തന്നെ ദൃശ്യമാകും. എന്നാൽ ശബ്ദം 5 സെക്കൻഡിനുള്ളിൽ 1 മൈൽ സഞ്ചരിക്കുന്നു. മിന്നൽ കണ്ട് 10 സെക്കൻഡിന് ശേഷം ഇടിമുഴക്കം കേട്ടാൽ മിന്നൽ 2 മൈൽ അകലെയാണ് എന്ന് ഊഹിക്കണം. നിങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയില്ല. അവരെ രക്ഷിക്കേണ്ട ചുമതല നമ്മുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ ഇടിമിന്നലിൽ നിന്ന് രക്ഷിക്കാനുള്ള ചില നുറുങ്ങുകൾ ഇനി പറയുന്നവയാണ്. ഇടിമിന്നലുള്ള സമയത്ത് നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെയും കന്നുകാലികളെയും വെളിയിൽ വിടുകയോ ചങ്ങലക്കിടുകയോ ചെയ്യരുത്. ഡോഗ് ഹൗസുകൾ സുരക്ഷിതമായ അഭയകേന്ദ്രങ്ങളല്ല. നിങ്ങളുടെ വളർത്തുമൃഗങ്ങളെ അകത്തേക്ക് കൊണ്ടുവരിക. ഒപ്പം ഏതെങ്കിലും ലോഹ കോളറുകൾ, ലീഷുകൾ അല്ലെങ്കിൽ ഹാർനസുകൾ ഉണ്ടെങ്കിൽ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കെട്ടുക. ഇനി ഇടിമിന്നലേറ്റ ആളുകളെ സഹായിക്കുന്ന നടപടികൾ നമുക്ക് ചർച്ച ചെയ്യാം. മിന്നൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ സഹായത്തിനായി 112 അല്ലെങ്കിൽ 108 നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ മിന്നലിന് ഇരയായവരെ സഹായിക്കാനാകും. ആദ്യം ശ്വസനം പരിശോധിക്കുക. ശ്വസനം നിലച്ചാൽ മൗത്ത് ടു മൗത്ത് ശ്വാസം നൽകുക. തുടർന്ന് ഹൃദയമിടിപ്പ് പരിശോധിക്കുക. നിലച്ചിട്ടുണ്ടെങ്കിൽ CPR നൽകുക. ഇരയ്ക്ക് പൾസ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ശ്വസിക്കുകയാണെങ്കിൽ സാധ്യമായ മറ്റു പരിക്കുകൾക്കായി പരിശോധിക്കുക. ഇടിമിന്നൽ ശരീരത്തിൽ പ്രവേശിച്ചിടങ്ങളിൽ പൊള്ളലിട്ടുണ്ടെന്ന് പരിശോധിക്കുക. നാഡീവ്യവസ്ഥയുടെ തകരാറുകൾ, ഒടിഞ്ഞ അസ്ഥികൾ, കേൾവിയും കാഴ്ചശക്തിയും നഷ്ടപ്പെടൽ എന്നിവയിലും ജാഗ്രത പാലിക്കണം. കാലാവസ്ഥയിലെ മാറ്റങ്ങളെക്കുറിച്ചും അപ്ഡേറ്റുകളെക്കുറിച്ചും മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് പൗരന്മാർ അറിഞ്ഞിരിക്കണം. നേരത്തെ മുന്നറിയിപ്പ് നൽകുന്ന ചില ആപ്ലിക്കേഷനുകളെക്കുറിച്ച് ഇനി പറയാം. NDMA നടപ്പിലാക്കിയ സചേത് മൊബൈൽ ആപ്ലിക്കേഷൻ ഏതൊരു ദുരന്തത്തിനും മുമ്പും സമയത്തും ശേഷവും സാധാരണ ജനങ്ങൾക്ക് ജാഗ്രതാ പ്രചരണ മാധ്യമമായി പ്രവർത്തിക്കുന്നു. വിവിധ അലേർട്ട് ജനറേറ്റിംഗ് ഏജൻസികളിൽ നിന്നും എല്ലാ 36 സംസ്ഥാനങ്ങളിലെയും യൂണിയൻ ടെറിട്ടറികളിലെയും ദുരന്ത നിവാരണ അതോറിറ്റികളിൽ നിന്നും ഇത് ഇന്ത്യൻ പൗരന്മാർക്ക് പ്രദേശ നിർദ്ദിഷ്ട അലേർട്ടുകൾ പ്രചരിപ്പിക്കുന്നു. മിന്നലിനെ കുറിച്ചുള്ള അലേർട്ടുകൾ നൽകുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ദാമിനി മിന്നൽ ആപ്പ് പുറത്തിറക്കി. 20 കിലോമീറ്ററിനുള്ളിൽ മുതൽ 40 കിലോമീറ്റർ ചുറ്റളവിൽ GPS അറിയിപ്പ് വഴി വ്യക്തിക്ക് സമീപം മിന്നൽ സംഭവിക്കുകയാണെങ്കിൽ ഈ ആപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ലൊക്കേഷനിൽ ഇടിമിന്നൽ മുന്നറിയിപ്പ് നൽകുന്നു. അടുത്ത 40 മിനിറ്റ് വരെ ഇതിന് സാധുതയുണ്ട്. ഇനി സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങളെക്കുറിച്ച് അറിയാം. സന്നദ്ധ പ്രവർത്തകർക്ക് ഏതൊരു സമൂഹത്തിനെയും കേന്ദ്രബിന്ദുവായി പ്രവർത്തിക്കാൻ കഴിയും. സർക്കാരിന്റെ ഉപദേശത്തിന്റെ സന്ദേശവാഹകരായി പ്രവർത്തിക്കാനും മുന്നറിയിപ്പ് പ്രചരിപ്പിക്കാനും കഴിയും. ബാധിത പ്രദേശത്ത് നിന്ന് ആളുകൾ ഒഴിപ്പിക്കാൻ കഴിയും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സേവനം അനുഷ്ഠിക്കാനും സന്നദ്ധ പ്രവർത്തകർക്ക് സാധിക്കും. യൂട്ടിലിറ്റികൾ പുനഃസ്ഥാപിക്കുന്നതിനും മറ്റു സഹായത്തിനും ഏജൻസികളെ സഹായിക്കാൻ കഴിയും. എല്ലാതരം പൊതുസേവനങ്ങളിലും വളണ്ടിയർമാരെ സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താം. ഇതോടെ നമ്മൾ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിലെത്തിയിരിക്കുന്നു. താഴെ പറയുന്ന കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇടിമിന്നൽ എന്നത് ഇടി, മിന്നൽ, ഇടതൂർന്ന മേഘങ്ങൾ, കനത്ത മഴ, ആലിപ്പഴം, ശക്തമായ കാറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട അപകടകരമായ കാലാവസ്ഥയാണ്.
ഇടിമിന്നൽ കൂടുന്നതിനനുസരിച്ച് മേഘത്തിനുള്ളിൽ വൈദ്യുത ചാർജുകൾ വർദ്ധിക്കുകയും മിന്നൽ രൂപപ്പെടുകയും ചെയ്യുന്നു. തുറസായ സ്ഥലത്തോ കുന്നിൻ മുകളിലോ തുറസായ വയലുകളിലോ കടൽ തീരങ്ങളിലോ വെള്ളത്തിനടിയിലോ ഉള്ള ഉയരമുള്ള ഒറ്റപ്പെട്ട വൃക്ഷം തുടങ്ങി പ്രകൃതിദത്ത മിന്നൽ ചാലകങ്ങൾ സമീപം പോകുന്നത് ഒഴിവാക്കുക. അകത്തും പുറത്തും സുരക്ഷാ മുൻകരുതലുകൾ എടുക്കുക. സുരക്ഷാ നടപടികൾ ഇവയാണ്: 30x30 റൂൾ പാലിക്കുക. സുരക്ഷിതമായ ഷെൽട്ടറുകൾ മാത്രം ഉപയോഗിക്കുക. വൈദ്യുതി കടത്തിവിടുന്ന എല്ലാം ഒഴിവാക്കുക. നിങ്ങൾ പുറത്താണെങ്കിൽ ഉടൻ സുരക്ഷിതമായ അകത്തേക്ക് പോകുക. നിങ്ങളോ മറ്റാരെങ്കിലുമോ ഇടിമിന്നലേറ്റാൽ 112 അല്ലെങ്കിൽ 108 വിളിക്കുക. നിങ്ങളുടെ വീടിന്റെ സുരക്ഷയ്ക്കായി മിന്നൽ അറസ്റ്റ് സ്ഥാപിക്കുക. ഇടിമിന്നലിലും മഴയിലും വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുക. ഇനി ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. ഇതൊരു വിലയിരുത്തൽ എക്സാമിനേഷനാണ്. എല്ലാ ചോദ്യങ്ങളിലും ഒരേപോലെ മൂല്യമുള്ളവയാണ്. പരീക്ഷ പാസ്സാകാൻ കുറഞ്ഞത് 60% സ്കോർ വേണം. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. തുടർന്ന് സബ്മിറ്റ് ചെയ്യുക. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ മാത്രം തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുക. അഭിനന്ദനങ്ങൾ, നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു.